ഞാൻ കണ്ടിരുന്നു എന്തോ ഒരു വല്ലാത്തൊരു ആയുധം കൊണ്ട് അടിച്ചു മുറിച്ചിരിക്കുകയാണ്. ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ എന്നൊരു വാക്കിന് അർത്ഥമായിട്ട് നമ്മൾ കുറേയധികം കാലമായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായി പറഞ്ഞു പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത് മക്കൾമാർ എന്ത് തെറ്റ് തന്നെ ചെയ്തു കഴിഞ്ഞാലും അവരുടെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നല്ലത് മാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രൂപം എന്നൊരർത്ഥത്തിൽ മാത്രമാണ്. പക്ഷെ സമകാലികമായിട്ടുള്ള കുറേയധികം വാർത്തകൾ ചേർത്ത് വെക്കുന്ന സമയത്ത് ഇല്ല, എല്ലാ അമ്മമാരും ഒരുപോലല്ല. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ചില അമ്മമാരെങ്കിലും ഈ കാലത്ത് കുറേയൊക്കെ ആയിട്ട് ഈ പറയുന്ന സ്വന്തം സുഖങ്ങൾ മാത്രം തേടി പോകാൻ വേണ്ടിയിട്ട് മക്കളെ കൊല്ലുന്ന അല്ലെങ്കിൽ മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന അങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന അമ്മമാരുണ്ട്. അപ്പം എല്ലാ അമ്മമാരും പ്രസവിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമ്മ എന്ന് പറയുന്ന ഒരു പദത്തിന് ഈ പറയുന്ന അർഹരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു അമ്മേനെ കൃത്യമായിട്ട് അമ്മ എന്ന് തന്നെ പറയണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെഞ്ഞാറമൂടിലെ അരുംകൊല 6 പേരെ കൊല്ലാൻ ശ്രമിച്ചു. അമ്മ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. അമ്മ പോലീസിനോട് ഈ പറയുന്ന മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി കേൾക്കുന്ന സമയത്ത് ഇവരെന്താ ഇങ്ങനെ ചെയ്തതെന്ന് ഒരുപാട് പേർക്ക് സംശയം തോന്നും. പക്ഷെ അമ്മ എന്ന് പറയുന്ന പദത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ അമ്മയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത്രയും വേദന സഹിച്ച് അവിടെ കിടക്കുന്നതിനിടയിലും ആ അമ്മ പറഞ്ഞിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് എന്നെ ഉപദ്രവിച്ചതല്ല, ആരും ഉപദ്രവിച്ചതല്ല, ഞാൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന തലയ്ക്കകത്ത് ഒരുപാട് മുറിവുകളുണ്ട്, വെട്ടേറ്റതിൻ്റെ 13ഓളം സ്റ്റിച്ചുകൾ എന്തോ തലയ്ക്കകത്തുണ്ട്. ഈ കണ്ണിന് താഴെയുള്ള എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒരുപാട് വേദന സഹിച്ച് നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. എന്നിട്ട് പോലും സ്വന്തം മകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാരണം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇതുവരെ ഒന്നും അറിയത്തില്ല, ഒരു സത്യാവസ്ഥ അറിയത്തില്ല. അതിന് കാരണം രാവിലെ അമ്മയോടാണ് ഈ മകൻ പണം ചോദിക്കുകയും മറ്റും ചെയ്തതിൻ്റെ പേരിൽ ആ അമ്മ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ക്രൂരമായിട്ട് ആക്രമിച്ചതിന് ശേഷം വെളിയിൽ അറിയാതിരിക്കാൻ വേണ്ടി വായും കെട്ടിവെച്ച് കൈയും കെട്ടിവെച്ച് ഒന്നും ചെയ്യാം, ഫോൺ എടുത്ത് ആരെയും വിളിക്കരുത്, വെളിയിൽ ഇറങ്ങരുത്, എന്നിട്ട് ആ റൂമും പൂട്ടിയതിന് ശേഷമാണ് മകൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത് ആരോ വന്ന് തുറന്ന്, ചിലപ്പോൾ ഇളയ മകനാവാൻ ബാക്കിയുള്ളവരാവാൻ, തുറന്ന് ആശുപത്രിയിൽ എത്തിച്ചതാണെന്ന് മാത്രമാണ് ആ പാവത്തിന്റെ വിചാരം. അവിടെ നടന്ന അതിക്രൂരമായിട്ടുള്ള ആ കുടുംബത്തിലെ അരുംകൊലയെ കുറിച്ച് അമ്മയ്ക്ക് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല. ആ പാവം ഇനി എങ്ങനെ താങ്ങും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതിനിടയിൽ അവൻ ചെയ്തിട്ടുള്ള ആ മാരകമായിട്ടുള്ള കൃത്യത്തിന്റെ ഒരു ദൃക്സാക്ഷി, മീൻസ് ആ ചെയ്തു വെച്ചതല്ല, മരിച്ചതിന് ശേഷം മരണപ്പെട്ടതിന് ശേഷം ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ അവസ്ഥ നേരിൽ കണ്ട ഒരാൾ പറയുന്ന ഒരു കാര്യം കേട്ടാൽ മതി നമ്മൾ വിറങ്ങൊലിച്ചു പോകാനെന്ന് പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ കണ്ടിരുന്നു എന്തോ ഒരു വല്ലാത്തൊരു ആയുധം കൊണ്ട് അടിച്ചു മുറിച്ചിരിക്കുകയാണ്. ഞാൻ കയറി ബോഡി കണ്ട വ്യക്തിയാണ്. എനിക്ക് പറയാൻ പറ്റും, വല്ലാത്തൊരു ആയുധം കൊണ്ട്. എന്താണ് അതിനുള്ള അവൻ സ്നേഹിച്ച പെണ്ണാണെങ്കിൽ പിന്നെ എന്തിനും ഇങ്ങനെ ചെയ്യണം? വല്ലാത്തൊരു ആയുധം കൊണ്ട് മുറിച്ചിരിക്കുകയാണ്. ഒരു വലിയൊരു കുഴി തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. തലയ്ക്കല്ല, ഇവിടെ നെറ്റിക്കുള്ള മുറിവ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ വല്ലാത്തൊരു ആയുധം കൊണ്ട് ഇങ്ങനെ മുറിച്ചിരിക്കുകയാണ്. ഒരു പിക്കാസ് കൊണ്ട് അടിച്ചാൽ എത്രത്തോളം അകത്തി പോകും അത്രത്തോളം സംഭവിച്ചിരിക്കുകയാണ് കുട്ടിക്ക്. ആ കുട്ടിയുടെ മുഖം തന്നെ തിരിച്ചറിയാൻ കഴിയും. ഒറ്റ മനുഷ്യന്റെ ഡയലോഗ് മാത്രം മതി അവൻ എത്രമാത്രം ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ്, എത്രത്തോളം ഹീനമായിട്ടുള്ള മനസ്സാണ് അവനുണ്ടെന്ന് മനസ്സിലാക്കാനെന്ന് പറയുന്നത്. കടം കയറി ഇത്രയും ചെയ്തവനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്നേഹിച്ച പെൺകുട്ടി അവളെ വിളിച്ചു വരുത്തി ഇത്രയും ക്രൂരമായിട്ട് കൊല്ലേണ്ട ആവശ്യമില്ല. അപ്പം ഇതിന് പിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാനസികമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. മദ്യം കഴിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വന്നതാവാം ഒരു പക്ഷെ. ഈ ചുറ്റിക മേടിച്ചു കൊണ്ടുവന്ന് ഇത്രയും പേരെ കൊല്ലുന്ന സമയത്ത് തലക്കടിച്ച് ഈ സ്വന്തം അച്ഛൻ്റെ അനുജനെ കൊല്ലിരിക്കുന്നത് 20ഓളം അടി ചുറ്റികയ്ക്ക് തലയ്ക്ക് അടിച്ചെന്നാണ് പറയുന്നത്. അപ്പം തലയൊട്ടി പിളർന്നാണ് എല്ലാവരുടെയും അന്ത്യം എന്ന് പറയുന്നത്. അതിൽ ആ പെൺകുട്ടിയോട് ചെയ്തിരിക്കുന്ന നെറ്റി ഭാഗത്ത് അത്രയും ആഴത്തിലുള്ള മുറിവ് സംഭവിച്ച് മാംസമടക്കം വെളിയിലേക്ക് വന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട്. തല 2ആയിട്ട് പിളർന്ന് ഈ കസേരയിൽ ഇരിക്കുന്നു എന്ന് കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട്. ഒരു സ്നേഹിച്ച പെൺകുട്ടിയെ ഇത്തരത്തിൽ ദ്രോഹിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അവൻ പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള മൊഴികളും സത്യത്തിൽ സത്യമല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടൊരു കാര്യമാണ്. സഹോദരന്റെ ഒരു കണ്ണ് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത്രയധികം അടിച്ച് അത് നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പം ഇനി മറ്റൊരു കാര്യം ന്യായീകരിച്ചുകൊണ്ട് ചിലരെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്, അവൻ അവസാനത്തെ ഭക്ഷണം, അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം അത് കഴിക്കാൻ അനുവദിച്ചിട്ടില്ല. ആ ഭക്ഷണം മേടിച്ചുകൊണ്ടതിന് പിന്നിലും വേറൊരു കഥയുണ്ടാവും. ഒരു പക്ഷെ സ്കൂളിലേക്ക് വരുന്ന കുട്ടി, അതിനിടയിൽ ഈ പറയുന്ന പ്രണയിനി വന്നിരിക്കുന്നു, അപ്പൊ അവളെ കൊല്ലേണ്ട കാര്യമുണ്ട്. അവള് കൊല്ലുന്ന സമയത്ത് അനുജൻ കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ട് മാറുന്നതാണ്. 2 പേരെ കൂടി ഒരുവരെ ചിലപ്പം പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും ആ പയ്യനെ ആ സമയം കൊണ്ട് ഈ പറഞ്ഞ കുഴിമന്തി ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി അവിടുന്ന് നൈസായിട്ട്
മാറ്റുകയാണ്. അതിനുശേഷം ഈ പറയുന്ന പെൺകുട്ടിയെ കൊല്ലുന്നു, അതിനുശേഷമാണ് ഈ പറയുന്ന സഹോദരനെ കൊല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ തന്നെയാണ് ഇവയെല്ലാം തന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള മനസ്സെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അബദ്ധവശം ഇവരാണോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാലോ എന്ന് കരുതി വീട് പൂട്ടി ഗേറ്റ് പൂട്ടി പോകുന്നതിന് മുന്നേ അവൻ കൃത്യമായിട്ട് ഗ്യാസ് സിലിണ്ടർ ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരാൾ ആരെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി അബദ്ധവശം തല്ലിപ്പൊട്ടിച്ചോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീട് മൊത്തത്തിൽ തകരും. അപ്പൊ എല്ലാവരും ഒന്നിച്ച് ചാമ്പലാവും. ഇവന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഉമ്മയെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ അത്രയും ക്രൂരമായിട്ട് അവരോട് പെരുമാറി അവരെ ഉപദ്രവിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും അവൻ നേരെ പോയിട്ടുള്ളതെന്ന് പറയുന്നത് ആ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളതെന്ന് പറയുന്നത്. അതിന് മുന്നായിട്ട് ഒരു കടയിൽ പോയിട്ട് കൃത്യമായി അവൻ ഈ പറയുന്ന സ്വർണ്ണപ്പണ്ടം കൊണ്ടുവരാം, അതിനുള്ള പൈസ വാങ്ങിക്കുന്നു. കാരണം അവനുമായിട്ട് ഈ പറയുന്ന അറിവുണ്ട് അവൻ എങ്ങനെയാണെന്നുള്ളത്. എല്ലാവരുടെ മുന്നിലും നല്ല പിള്ളയാണ്. കുറേയധികം ആൾക്കാരുടെ കമന്റ് കണ്ടു, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ലഹരി മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല, നല്ല രീതിയിലുള്ള പയ്യനാണ്. നമുക്ക് ആരുടെയും ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏതൊരു മനുഷ്യനായിക്കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് ഫോൾട്ട് ഉണ്ടാവും. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 99% നന്മ നിറഞ്ഞ മനുഷ്യരിലും 1% ഫോൾട്ട് കൃത്യമായിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വൃത്തികെട്ടൊരു സ്വഭാവം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഏറ്റവും ക്രൂരമായിട്ടുള്ള സ്വഭാവം. ആ സ്വഭാവത്തെ ഒരിക്കലും നമ്മൾ എക്സ്പോസ് ചെയ്യത്തില്ല, വെളിയിൽ നമ്മൾ ഇറങ്ങി കാണിക്കത്തില്ല. നമ്മുടെ വീട്ടിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വഭാവങ്ങൾ അറിയുന്നത്. നമ്മൾ പലപ്പോഴും വാർത്തകൾ കേട്ടിട്ടില്ലേ ചില ആൾക്കാരുടെ സ്വഭാവ മാറ്റങ്ങളെ കുറിച്ച്. അതായത് വീട്ടുകാരോട് ഇത്രയും കാലം ഇയാൾ ഇതാണ് ചെയ്തിരുന്നതെന്ന് വെളിയിൽ അറിയുന്ന സമയത്ത് ആരും വിശ്വസിക്കത്തില്ല. പലപ്പോഴും നമ്മൾ മൊഴികൾ കേട്ടിട്ടുണ്ട്, ഇയാൾ അത്രയും ഡീസന്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു, അയാൾ അത്രയും വെളിയിൽ അത്രയും നല്ല രീതിക്കായിരുന്നു പെരുമാറിയിരുന്നത്. കാരണം അറിയില്ല, അകത്തെ സ്വഭാവം ഒന്ന് പുറത്തെ സ്വഭാവം ഒന്ന്. ഇതാണ് കാരണം അവർക്കറിയാം നമ്മുടെ ബന്ധുക്കളാവുന്ന സമയത്ത്, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാവുന്ന സമയത്ത് നമ്മുടെ സ്വഭാവം മോശമാണെന്ന് നമ്മൾ അവരുടെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ പോലും അവർ നമ്മളോട് ഇഷ്ടം കൊണ്ട് പുറത്ത് പറയത്തില്ല. അതേസമയം വെളിയിലുള്ള ആൾക്കാരാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതുകൊണ്ട് വെളിയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ വൃത്തികെട്ട സ്വഭാവങ്ങൾ കാണിക്കാൻ പാടില്ലെന്ന് ഏതൊരു മനുഷ്യനും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും എക്സ്പോസ് ചെയ്ത് നമ്മുടെ നെഗറ്റീവ് സ്വഭാവത്തെ കാണിക്കാൻ ശ്രമിക്കുള്ളൂ. ഇല്ല, ആ നെഗറ്റീവ് സ്വഭാവം പുറത്തു വരണമെങ്കിൽ ഒന്നിൽ ഏതെങ്കിലും ഒരു ലഹരി മരുന്നിന് അടിമയായിരിക്കണം, അല്ലെങ്കിൽ മദ്യപിച്ചിരിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ടെമ്പർ അത്രയും തെറ്റി നിൽക്കുന്ന ഒരു സമയത്ത് മാത്രമേ നമ്മുടെ യഥാർത്ഥ സ്വഭാവം, നമ്മുടെ വായിൽ നിന്നുള്ള ഏറ്റവും വൃത്തികെട്ട വാക്കുകൾ പുറത്തു വരുള്ളൂ. അതാണ് മനുഷ്യനെന്ന് പറയുന്നത്. മനുഷ്യനറിയാം എങ്ങനെ നിൽക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ നാടകം കളിക്കണം എന്ന് കൃത്യമായി അറിയുന്നവൻ തന്നെയാണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവനെ അതുകൊണ്ട് ഒരാളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, അത്ര നല്ലതായിരുന്നു ഇത്ര നല്ലതായിരുന്നു അവൻ അങ്ങനെ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് വാർത്തയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. 6-7 വയസ്സോ അല്ലെങ്കിൽ 6-7 ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഇതിനു മുന്നും ഇവൻ എലിവിഷം കഴിച്ച് മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, മീൻസ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്തോ ഒരു കാര്യം ചോദിച്ചിട്ട് മേടിച്ചു കൊടുത്തില്ല എന്നൊരു സംഭവത്തിലേക്ക് എന്നൊക്കെ വാർത്തയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ നേരത്തെ തന്നെ കിടപ്പുണ്ട്. അത് വീണ്ടും വീണ്ടും പുറത്തേക്ക് വന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെയോ അവന്റെ സ്വഭാവത്തിലൂടെ ഒരു സ്വഭാവ വൈകൃതമായി മാറിയത്. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം എന്റെ വാശി നടത്തി തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത്തരത്തിലാണ് പെരുമാറുന്നത് എന്നൊരു സംഭവം ഇതിന് മുന്നേ തന്നെ അവൻ കാണിച്ചൊരു കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പൊ അവന് പണത്തിന് ആവശ്യമുണ്ട്. ആ പണത്തിനുള്ള ആവശ്യങ്ങൾ ഉമ്മയോട് ചോദിച്ച സമയത്ത് ഉമ്മ ഇല്ല എന്ന് പറയുന്നു, കൈമലർത്തുന്നു, ഉമ്മയെ ദ്രോഹിക്കുന്നു. അത് ഉമ്മയാണെന്ന് ആ സമയത്ത് അവന് മനസ്സിൽ തോന്നില്ല. അടുത്തതായിട്ട് കൃത്യമായിട്ടുണ്ട് മുത്തശ്ശി. അവർ ചെയ്തു പോയ തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുന്നും അവൻ പണം ചോദിച്ച സമയത്ത് പലവട്ടം കൊടുത്ത് സഹായിച്ചിട്ടുള്ളതാണ്. അതെല്ലാം മുത്തശ്ശിമാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ കൂടുതലായി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത്, അതാണ് എനിക്ക് ലഹരി മരുന്ന് അല്ലെങ്കിൽ മദ്യപാനം ഉണ്ടെന്ന് തോന്നാൻ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പേരെങ്കിലും ചുറ്റുപാടുള്ള ആൾക്കാരെ കാണല്ലോ, എപ്പോഴും ഒരു ഡീസന്റ് ആയിരിക്കും, പക്ഷെ ഇവർ ഉള്ളിൽ ഈ സാധനം ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുവരെ ഒരാളടുത്ത് മിണ്ടാതിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ രണ്ടടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഭയങ്കരമായിട്ട് വാചാലരായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അതിലപ്പുറത്തേക്ക് ഇവർ ഭയങ്കരമായിട്ട് ഇവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്ത് നമ്മൾ 2-3 വട്ടം കാണുന്ന സമയത്ത് എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ ഇവർ കാണുന്ന സമയത്ത് ഇതേ പൈസ നമ്മുടെ അടുത്ത് വാവിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. എന്നിട്ട് കൊടുത്തില്ലെങ്കിൽ ഇവർ വയലന്റ് ആവും. ഇതാണ് ഈ മദ്യപാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ മയക്ക് മരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുവന്നിട്ടുള്ള കുറച്ചു പേരിലെങ്കിലും കാണാൻ പറ്റുന്ന ഒരു സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. ഈ സാധനം തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ആ ഉമ്മയുടെ അടുത്ത് ചോദിക്കുന്നു, മാലയാണ് ചോദിച്ചപ്പോൾ അവൻ അത്രയും ബാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞു. ഇതിനപ്പുറത്തേക്ക് പെൺകുട്ടി എന്തിനു കൊല്ലുന്നു എന്ന് ചോദിച്ച ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പയ്യന്റെ വാപ്പയോട് സംസാരിക്കുന്ന വോയിസും ബാക്കി കാര്യങ്ങളൊക്കെ ചാനൽസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയോടും ഇവൻ പണം ഇടപാട് നടത്തിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഇവൻ എല്ലാവരെയും ഉപയോഗിച്ചിരിക്കുന്നത് സ്നേഹം, ആത്മാർത്ഥത ഈ സംഭവം വെച്ചിട്ടൊന്നുമല്ല. ഇവൻ ആവശ്യമുള്ള പണം കൃത്യമായിട്ട് സമാഹരിക്കാനുള്ള വെറും ടൂൾസ് മാത്രമായിട്ട് ഇവൻ എല്ലാ ബന്ധങ്ങളെയും കണ്ടു എന്നുള്ളതാണ്. അതിന്റെ ഒറ്റ കാര്യമാണ് ഈ പെൺകുട്ടിയും ഇവന്റെ അനുജൻ എന്ന് പറയുന്നത്. അപ്പം ഈ പെൺകുട്ടിയെ എടുത്ത്
കൃത്യമായിട്ട് അങ്ങനെ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ പൈസയുടെ കാര്യങ്ങൾ ബാപ്പ തന്നെയാണ് പകുതിയിലധികം പൈസ അയച്ചു കൊടുത്തതെന്ന് ആ ബാപ്പ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി പൈസ കൊടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഇവൻ എല്ലാവരോടും പോലീസിനോടൊപ്പം പറയുന്ന മൊഴി എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപയോളം കടമുണ്ട്, അപ്പം എന്റെ കുടുംബം ഒന്ന് വേദനിക്കേണ്ടെന്ന് വെച്ചാൽ അവർ ഒറ്റയ്ക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒറ്റ കാര്യത്തിൽ ഇവൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും. കാരണം അങ്ങനെ ഒരു കടബാധ്യത മൂലം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ കുടുംബത്തിലുള്ള ആൾക്കാരെ മാത്രം അവന് കൊല്ലേണ്ട കാര്യമുള്ളൂ. അവന്റെ ഉമ്മ വേദനിക്കേണ്ട, അവന്റെ സഹോദരൻ വേദനിക്കേണ്ട എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ആ ഉമ്മുമ്മ അവിടെ അവരുമായിട്ട് യാതൊരു ഈ പറയുന്ന ഒരു കാര്യത്തിനും ബാധ്യതയില്ലാതെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഈ പിതൃ സഹോദരനും ഭാര്യയും ഒരു കാര്യമില്ലാതെ മറ്റൊരു കുടുംബമായിട്ട് കഴിയുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ കൊല്ലേണ്ട കാര്യമില്ല. അപ്പൊ അത് അവിടെ തകിടം പറഞ്ഞൊരു കാര്യമാണ്. ഇനി ആ പെൺകുട്ടിയുടെ കാര്യം, അത്രയും സ്നേഹമുള്ള ഭയങ്കര ഹൃദയ വിശാലത ഉള്ളൊരുവനാണെങ്കിൽ എന്റെ ജീവിതവും തകർന്നു, അവളെങ്കിലും സുഖമായി ജീവിക്കട്ടെ. കാരണം അത്രയും ചെറിയൊരു പ്രായമാണ് ആ പെൺകുട്ടിയുടേത്. അങ്ങനെ വിചാരിക്കത്തേ ഉള്ളൂ. അപ്പം അതിലപ്പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയും, അത്രയും സ്നേഹമുള്ളൊരുത്തനാണെങ്കിൽ ഇത്രയും ക്രൂരമായിട്ട് ചുറ്റിക കൊണ്ട് 10-20 വട്ടം തലയ്ക്കും നെഞ്ചിലും ഒക്കെ അടിച്ച് അത്രയും എന്താ പറയുന്നത് ആ ചോര തെറിച്ച് അതിൽ സന്തോഷം കണ്ട്. കാരണം നമുക്കറിയാം ഇത്രയും വലിയൊരു ചുറ്റിക എടുത്ത് തലയിൽ അടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചോര തെറിക്കും. ആ ഒറ്റ വട്ടം കൊണ്ടേ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു മനസ്സിനകത്ത് കുറച്ചെങ്കിലും അലിവുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ വട്ടം കൊണ്ടേ കൈ വിറച്ച് ആ ചുറ്റിക താഴെ വീഴും. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മറ്റും വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 20 വട്ടമൊക്കെയാണ് ആ പിതൃ സഹോദരന്റെ തലയിൽ അടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കേ, പലവട്ടം അടിച്ചടിച്ച് എത്രത്തോളം ദ്രോഹിക്കാമോ, എത്രത്തോളം അതിൽ വേദനിക്കുന്ന, അവർ കിടന്ന് പിടയുന്നത് കാണുന്നതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നെങ്കിൽ അതൊരു മാനസിക വൈകൃതം തന്നെയാണ്, അതൊരു അസുഖത്തിന് അടിമ തന്നെയാണ്. ആ അസുഖത്തിന് കൃത്യമായിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യന് ഇത് ഉണ്ടാവത്തില്ല. കൃത്യമായി മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മദ്യത്തിനോ നമുക്ക് ഇനി മദ്യത്തിനകത്തും ഇനി മയക്കുമരുന്ന് വല്ലതും കലർത്തിയാണോ ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പണ്ട് മദ്യം ആൾക്കാർ ഉപയോഗിക്കുമായിരുന്നു, പക്ഷെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ പണ്ട് മദ്യം ഉപയോഗിച്ചിരുന്ന ആൾക്കാരിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ഇന്ന് മദ്യം മാത്രം ഉപയോഗിക്കുന്ന വയസ്സായിട്ടുള്ള ആൾക്കാരിലായാലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നു, സംശയം മൂത്ത് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, നുറുക്കിക്കൊല്ലുന്നു, 2 പെമ്മക്കളെ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയാണ്. അപ്പം പണ്ടും ആൾക്കാർ മദ്യം കഴിക്കുന്നുണ്ടായിരുന്നു. ആ മദ്യം കഴിച്ചിട്ട് ഞാൻ കേട്ടുള്ളൊക്കെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് വന്ന് മിണ്ടാതെ കിടന്നുറങ്ങും, ഒരു ശല്യമില്ല എന്നുള്ള രീതിക്കൊക്കെ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ ഇതെങ്കിലുമൊക്കെ. പക്ഷെ കുറെ കാലങ്ങളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് ഈ മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ നാവ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആരെങ്കിലുമൊക്കെ മെക്കിട്ട് കയറുക അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുത്തുക, കൊല്ലുക, ഇതാണ്. അപ്പം ഇതിൽ ഉപയോഗിച്ചിരുന്ന കണ്ടന്റിലോ ഇതിൽ ഉപയോഗിച്ചിരുന്ന കെമിക്കൽസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന രാസപരമായിട്ടുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മദ്യം ഉണ്ടാക്കുന്നതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രതികരണം ഇത് കഴിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള അടിസ്ഥാനമുണ്ട്. അതിലപ്പുറത്തേക്ക് ഇവൻ ഇത്രയും ക്രൂരമായിട്ടുള്ള മനസ്സിന് ഒരു ചാഞ്ചല്യവും ഇല്ലാതെ അതിലപ്പുറത്തേക്ക് നമുക്കൊക്കെ എന്താ പറയുന്നത് ആശ്ചര്യം തോന്നിപ്പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ക്രൂരമായിട്ട് എല്ലാവരെയും കൊന്നതിന് ശേഷം ആ അനുജനെ പോലും ഇത്രയും ക്രൂരമായിട്ട് ആ കുഞ്ഞിന്റെ കണ്ണ് പോലും ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് അവൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ, 1% അവന് സ്നേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് എത്രത്തോളം ഒരു പ്രവൃത്തി ചെയ്യാൻ അവന് മുതിരില്ല, ആ കുഞ്ഞിനെങ്കിലും വെറുതെ വിടുമായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ട് അവൻ കൃത്യമായിട്ട് തേച്ചു മിനുക്കി കുളിച്ചതിന് ശേഷം അത്രയും കൂളായിട്ട് ഇവൻ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പറഞ്ഞ വാചകത്തിനകത്താണ് ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയുടെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നതെന്ന് പറഞ്ഞത്. അവിടെ അടുത്തൊരു കൂട്ടുകാരൻ അറിയുന്ന ഏതൊരു പയ്യനുണ്ടായിരുന്നു, ആ പയ്യനോട് ചാവിയും കറക്കി ചെന്ന് അവൻ ചെന്ന് പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത്, മച്ചാനെ ഞാൻ അകത്തേക്ക് പോവുകയാണ്, എനിക്കൊന്ന് ഈ പറയുന്ന സൈൻ ഇടാനുണ്ട്, ഒപ്പിടാനുണ്ട്, ആ ഒപ്പിട്ടതിന് ശേഷം ഞാൻ ദാ വരുന്നു എന്ന്. അവൻ ഓൾറെഡി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത് അവൻ അവിടെ കാര്യം പറയാനാണ്. ഞാൻ 6 പേരെ കൊലപ്പെടുത്തി, ഉമ്മയും മരിച്ചു എന്നാണ് അവന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തത് എന്തോ ഒരു വലിയ പുണ്യപ്രവൃത്തിയോ എന്തോ വലിയ റെക്കോർഡ് ഭേദിച്ചതുപോലെ പോലീസ് സ്റ്റേഷനെ അറിയിക്കാൻ പോകുന്നു. അവനറിയാം അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പൊ ആ തെറ്റ് ഞാൻ പോയി പറഞ്ഞ് പോലീസിനോട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒപ്പിട്ടിട്ട് എനിക്കങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റും. അപ്പം എന്താണ് ആ മാനസികമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ മനസ്സിന്റെ വളർച്ചയെന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും ബോധമില്ലാത്ത, അത്രയും ബോധം നശിച്ചു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഉള്ളിൽ കിടക്കുന്നതെന്ന് പറയുന്നത്. അതിനുശേഷമാണ് അവിടെ പോയിട്ട് ഒരു കൂസലും ഇല്ലാതെ പോലീസുകാരോട് പറയുന്നു 6 പേരെ ഞാൻ വകവരുത്തി അല്ലെങ്കിൽ തീർത്തു എന്നൊരു കാര്യം. അവര് പോലും അമ്പരന്ന് പോകണമെങ്കിൽ ഒരുപക്ഷെ ആ പോലീസ് ഇത് കേട്ട ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുമാർ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു രീതിക്കുള്ള ഒരു കൊലപാതകത്തിന്റെ ഈ പറയുന്ന മൊഴി അല്ലെങ്കിൽ ഈ പറയുന്ന അതിനെക്കുറിച്ച് ഒരു പ്രതി വന്ന് പറയുന്നവർ കേൾക്കുന്നതെന്ന് പറയുന്നത്. അത്രയും കൂസലില്ലാതെ സ്വന്തം ഉമ്മാനെ, അതിലപ്പുറത്തേക്ക് എനിക്കിപ്പോൾ ഞെട്ടിപ്പോയ കാര്യം അത് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം അത് തന്നെയാണ്. അമ്മമാരെന്ന് പറയുന്നത്, ആ ഉമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ഏതോ ഒരു ബന്ധു, മാമ എന്ന് പറയുന്ന വ്യക്തിയാന്ന് തോന്നുന്നു, അവിടെ കയറിയ സമയത്ത് അദ്ദേഹത്തിനോട്
കാരണം ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് എത്ര വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഉമ്മ ആ കിടക്കൽ കിടന്നുകൊണ്ടും പറയുന്നത് ഇളയ മോനെ കാണണം, കൊണ്ടുവരണം, അവനെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമെന്നാ. ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഞ്ച് തകർന്നു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഉമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അപ്പം അത്രയും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ഉറപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള രോഗങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മനസ്സ് തകർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ശരീരത്തിനെ കീഴ്പ്പെടുത്താനായിട്ട് ഈ രോഗകാരികൾക്ക് കഴിയും. കാരണം പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. മനസ്സിൻ്റെ ബലമാണ് പലപ്പോഴും ക്യാൻസർ രോഗികളെ മുന്നോട്ട് നിർത്തുന്നതെന്ന് പറയുന്നത്. ഈ ഒരു അമ്മ ഈ കിടക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് ആ ഉമ്മയുടെ മനസ്സ് തകരാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും പേരെ അരുംകൊല ചെയ്ത ഒരു മകനാണ്, ആ മകന് വേണ്ടിയിട്ടാണ് ഞാൻ പോലീസിൽ ഇത്തരത്തിലൊരു മൊഴി കൊടുത്തതെന്ന് ആലോചിക്കുന്ന സമയത്ത് ആ ഉമ്മ സ്വയം വേദനിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഉമ്മ പ്രതീക്ഷിക്കത്തില്ല എന്നെയോ അവൻ അറ്റാക്ക് ചെയ്തു, പക്ഷെ എൻ്റെ മകനെ, അവൻ്റെ സഹോദരനെ അവൻ ഒന്നും ചെയ്യില്ല എന്നുള്ള ആ അമ്മയുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തെയാണ് കൃത്യമായിട്ട് അവൻ മുതലെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ക്രൂരമായിട്ട് അവൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് താങ്ങാൻ ആ ഉമ്മയുടെ മനസ്സ് എത്രമാത്രം ഈ പറയുന്ന ശക്തി ഉണ്ടാവും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആ ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു കാര്യം രാവിലെ റിപ്പോർട്ടർ ചാനലാണെന്ന് തോന്നുന്നു ആ ബാപ്പയുടെ കുറച്ച് ഈ പറയുന്ന ഡയലോഗ്സ് അല്ലെന്നുണ്ടെങ്കിൽ ബാപ്പയെടുത്ത് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ചാനൽ വഴി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇത്രയും മാമാപ്പണി ചെയ്യുന്നു, ഇത് വിറ്റ് ജീവിക്കുകയാണല്ലോ നീ. അത് നെഗറ്റീവായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കും ആദ്യമേ ഇത് ശരിയല്ലാന്ന് തോന്നി. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ആ ബാപ്പയുടെ വോയിസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചെങ്കിലും വെളിയിലേക്ക് വരണം. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കടബാധ്യത കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അക്കാമ്മ പോലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് അവിടെ നിൽക്കുന്ന പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ആ പൈസ അടച്ചു കഴിഞ്ഞാൽ ആ അക്കാമ്മ തിരിച്ചു കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഈ പറയുന്ന കുഞ്ഞിനെ കാണാനുള്ള ആ ഒരു ആഗ്രഹമൊക്കെ ഒരുപാട് കാണുമല്ലോ. അത്ര എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പം അതിന് ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ഈ ഒരു വാർത്ത മുന്നോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ അദ്ദേഹം തന്നെ പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരുപാടുണ്ട്, ഒന്നും ഇല്ലാത്തവരുമുണ്ട്. അപ്പം സഹായിക്കുന്നവരുണ്ട്, സഹായിക്കാത്തവരുണ്ട്. ആർക്കെങ്കിലും ഒരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന സമയത്ത് അതൊന്ന് അടച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് ഇപ്പം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ആ ഭർത്താവിൻ്റെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിന് ശക്തി പകരാൻ വേണ്ടി ഇനി ആര് തന്നെ നിന്നെന്ന് പറയും. കാരണം ആരും ഇല്ല ഇനി നിൽക്കാൻ വേണ്ടി. ഇനി ആര് വന്ന് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആകില്ല. ഇനിയുള്ള ഒരേ ഒരാളെന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് തന്നെയാണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ 1% പോലും ഇനി ഒരാൾക്കും കൊടുക്കാൻ പറ്റത്തില്ല ആ ഒരു കരുത്ത്. അപ്പം അദ്ദേഹം പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ആ ഉമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ മാധ്യമം ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് അല്ലാതാണെന്നുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. എന്ത് ഇതുപോലത്തെ അവസ്ഥ വരുന്ന സമയത്ത് മൈക്ക് തിരികൊണ്ട് ഈ ആൾക്കാരിൽ അതൊരു ബിസിനസ് തന്ത്രമായിട്ട് എടുത്ത് കുറേയധികം സാഡ് ഈ പറയുന്ന സീക്വൻസ് ഒക്കെ വെച്ചിട്ടല്ലെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഒക്കെ വെച്ച് ബാക്ക്ഗ്രൗണ്ട് ആക്കി കൊടുത്ത് ആ കച്ചവടം നടത്തുന്നതിനോട് യോജിക്കാത്തൊരു ആൾ തന്നെയാണ് ഞാനെന്ന് പറയുന്നത്. പക്ഷേ ഇത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറയുന്ന കണക്ക് ആ ഉമ്മയ്ക്ക് ബലം കൊടുക്കട്ടെ, അല്ലെങ്കിൽ മനസ്സിന് ബലം കൊടുക്കട്ടെ. ഈവൻ പക്ഷെ ഉറപ്പായിട്ടും ഈ പറയുന്ന അവൻ്റെ രക്തമോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മയക്കുമരുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം ഉണ്ടെന്ന്, മദ്യപാനം ഉണ്ടെന്ന് ഇപ്പം പറഞ്ഞു എന്ന് പറയുന്നു. ഇല്ല അപ്പുറത്തേക്ക് മാറ്റിയും തിരിച്ചും പറഞ്ഞു ഒരുപാട് കാര്യങ്ങളുണ്ട്. 75 ലക്ഷം രൂപയുടെ കടത്തിൻ്റെ പേരിൽ പ്രശ്നമുണ്ട്, അതിൻ്റെ പേരിലാണ് ഞാൻ കൊന്നത്. അതിനുശേഷം പറഞ്ഞു ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ട്, അപ്പോൾ അവൾ വിളിച്ചുകൊണ്ടുവന്നതിൻ്റെ പേരിലാണ് പ്രശ്നം നടന്നതെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ മാറ്റിയും തിരിച്ചും പറഞ്ഞു ഇനി അവൻ ആഹാരത്തിൽ എലിവേഷൻ ചേർത്തിട്ട് അവൻ കഴിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മാറ്റി പറയുകയാണ് പാനീയത്തിൽ ഈ പറയുന്ന എലിവേഷൻ ചേർത്തിട്ട്. അപ്പം അവൻ തന്നെ ബോധ്യമില്ല അവൻ എന്താ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കള്ളം മാത്രമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം സത്യാവസ്ഥ എന്തെന്നുള്ളത് ഉറപ്പായിട്ടും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവന് പണം ആവശ്യമായിരുന്നു. ആ പണം കൊടുക്കാതിരുന്ന അല്ലെങ്കിൽ ഒരു വട്ടം ചെയ്തു പോയ പ്രവൃത്തി പിന്നെ പിടിക്കപ്പെടും എന്ന് കണ്ട പേടിയിൽ ക്രൂരമായ മനസ്സായി മാറി കൃത്യമായിട്ട് എല്ലാവരെയും ഇത്തരത്തിലൊരു അരുംകൊല ചെയ്യാൻ വേണ്ടി അവനെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു സാഡിസ്റ്റ് മനോഭാവം തന്നെയാണ്. അതല്ല അപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇത്രയും സ്വഭാവ വൈകൃതമുള്ള ആൾക്കാരെ എനിക്ക് തോന്നുന്നില്ല ഇവന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. കാരണം അത്രയും മറ്റൊരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഒരു 10-16 വയസ്സിൽ അവൻ്റെ ബാപ്പയ്ക്ക് ഫുള്ളായിട്ട് കടം കയറി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു. അതുവരെ കഴിഞ്ഞ് റിയാദിൽ നിന്ന് ദമാമിലേക്ക് മാത്രം എന്തോ ഒളിച്ചോടുന്നു. അതിനുശേഷം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന കുറേയധികം സാഹചര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ തകർന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ബാപ്പയ്ക്ക്
ഇനി എന്ത് സംഭവിക്കും, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അത് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം ആ കുഞ്ഞു പ്രായത്തിൽ 15-16 വയസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഭയങ്കരമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ആ പ്രായത്തിൽ ചിലപ്പോൾ അനുഭവിച്ച് എന്തിൻ്റെയൊക്കെ പ്രതിഫലനം ഉള്ളിൽ കിടന്ന് അതിൻ്റെയും എന്തെങ്കിലും റിഫ്ലക്ഷൻ ആയിട്ട് മാറിയതും ആവാം, പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയൊക്കെ സ്വഭാവത്തിൽ മാറ്റം വരും, അത് പുറത്തേക്ക് വരണമെന്നില്ല. അപ്പം എന്തായാലും ഇനി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവനെ കൂടുതൽ സമയത്തേക്ക് തെളിവെടുപ്പ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ട് സമർപ്പിക്കലുമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇവന് അർഹിക്കുന്നത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് അപ്പം തന്നെ കൊടുക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യത്തിൽ അവനോട് എന്തെങ്കിലും ഒരു സിമ്പതി, വയസ്സിൻ്റെ ഇളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് കഴിഞ്ഞിട്ട് വല്ല ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം തടവ് ഇത് മാത്രമായിട്ട് കൊടുക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും അളവിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളവർക്കൊരു മെസ്സേജാണ്. കാരണം 6 പേരെ കൊന്നാലും 7 പേരെ കൊന്നു കഴിഞ്ഞാലും പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് സിമ്പതിയുടെ വശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ കഴിയും എന്നൊരു വിശ്വാസത്തിലേക്ക് പോകും. കൊടുക്കേണ്ടത് നീട്ടി വയ്ക്കാതെ തന്നെ കൃത്യമായിട്ട് വധശിക്ഷ തന്നെയാണ് ഇവർ കൊടുക്കേണ്ടത്. കാരണം ആ കുഞ്ഞിനെ പോലും ഇത്രയും ക്രൂരമായിട്ട്, ആ സ്നേഹിച്ച പെൺകുട്ടിയെ പോലും ഇത്രയും ക്രൂരമായിട്ട്, അത്രയും പ്രായമുള്ള ഒരു മുത്തശ്ശിയെ ഇത്രയും ക്രൂരമായിട്ട് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വായിൽ തുണി തിരികെ ആരും തന്നെ പുറത്ത് ശബ്ദം കേൾക്കരുത് എന്ന് കരുതി ഇത്രയും കൂളായി ചെയ്തിട്ടുള്ള ഇവന് കൊടുക്കാനുള്ള ഏറ്റവും കൂളായിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതുപോലുള്ള ക്രിമിനൽസിലും അതൊരു തിരിച്ചടി തന്നെയായിരിക്കും.